നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കുരുക്കുമുറുകുകയാണ്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണം നടത്തി 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കേന്ദ്ര അന്വേഷണ സമിതിക്ക് നൽകിയിരിക്കുന്ന ഉത്തരവ്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫീസ് കമ്പനീസ് നേരത്തെ അന്വേഷണം നടത്തിയതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രം വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. CMRL-ഉം KSIDC-യും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. CMRL-ഉം KSIDC-യും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ, എക്സാലോജിക്കിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പരിശോധിക്കുന്നത്. എക്സാലോജിക്കും CMRL-ലുമായുള്ള ഇടപാട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ രജിസ്ട്രാർ ഓഫീസ് കമ്പനീസിന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനീസ് ആക്ട് 2013-ലെ 210(1) ക്ലോസ് C സെക്ഷൻ പ്രകാരം അന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സാലോജിക്കിന് CMRL 1.72 കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായനികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതാണ്. ചെയ്യാത്ത സേവനത്തിനാണ് എക്സാലോജിക് ഈ പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം ഉയർന്നത്. 3-അംഗ സമിതിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ പോകുന്നത്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ഈ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ മറ്റ് ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കും. കേരളത്തിൽ നിന്നുള്ള ആരും പ്രാഥമിക അന്വേഷണത്തിന് ചുമതലപ്പെട്ടവരുടെ പട്ടികയിൽ ഇല്ല. മാസപ്പടി വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ ലഭിച്ച പരാതിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വലിയ ക്രമക്കേടാണ് കണ്ടെത്തിയത്. വീണ വിജയന്റെ സ്വകാര്യ കമ്പനിക്ക് 1.72 കോടി നൽകിയത് നിയമവിരുദ്ധമാണെന്ന് ആദായനികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയതാണ്. ഇതേ തുടർന്ന് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള 12 പേർക്കെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനാൽ ഇവരെയെല്ലാം ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കും CMRL-ൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. തുടർന്ന് വിഷയം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയെയും മകളെയും CPM-നെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസിനെതിരെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ രംഗത്തേക്ക് വന്നു. അത്തരത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ ഉത്തരവിട്ടതിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കേരളത്തിലെ CPM-ഉം സംഘപരിവാറുമായുള്ള ബന്ധമാണ് ഇവിടെ വ്യക്തമാകുന്നതെന്നും അതിനാൽ ഈ അന്വേഷണം നീതിപൂർവമായിരിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഉറപ്പില്ലെന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് അടുത്ത് കിടക്കുമ്പോഴാണ് കേസ് അന്വേഷണം ശക്തമാക്കി രംഗത്തേക്ക് വരുന്നത്. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചുള്ള തീരുമാനമാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അന്വേഷണത്തിന്റെ അവസാനം എന്ത് സംഭവിക്കുമെന്നത് വ്യക്തമല്ല എന്നും VD സതീശൻ പറഞ്ഞു. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ വീണ്ടും ആരോപണവുമായി ഇതിനു പിന്നാലെ കോൺഗ്രസ് നേതാവും MLA-യുമായ മാത്യു കുഴൽനാടനും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. CMRL ചെലവുകൾ പെരുപ്പിച്ച് ലാഭം മറച്ചുവെക്കുകയാണ് ഉണ്ടായത്. അത് തന്നെയാണ് എക്സാലോജിക്കും ചെയ്തത്. CMRL-ലെ 14% ഓഹരി KSIDC-ക്കാണ്. ലാഭത്തിന്റെ വിഹിതവും വ്യവസായ വികസന കോർപ്പറേഷന് അവകാശപ്പെട്ടതാണ്. എന്നാൽ CMRL കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ മറച്ചുവെച്ചിരിക്കുന്നു. പണം വഴിമാറ്റി കീഴ്ശയിലാക്കുകയാണ് ഇവിടെ ഉണ്ടായത്. ഇതിന് KSIDC കൂട്ടുനിന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. KSIDC-യുടെ നിലപാട് എന്തായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവിനുണ്ടെന്നും അത് പറയണമെന്നുമാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം.